അങ്ങനെ നമ്മൾ റൂമിൽ നിന്നും കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ടാക്സിക്ക് വന്നിറങ്ങി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകഭാഗം. അങ്ങനെ നമ്മൾ ബാഗെല്ലാം കൊടുത്ത് ചെക്ക് ഇൻ ചെയ്ത് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവുകയാണ്. ലഗേജ് ഒന്നും എക്സ്ട്രാ വെയിറ്റ് വന്നില്ല. മൊത്തം 29 കിലോയെ നമുക്ക് ലഗേജായിട്ട് വന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. അപ്പം എല്ലാവരും ലൈനായിട്ട് നിന്നാണ് അകത്തോട്ട് കയറുന്നത്. ഇനി ക്രിസ്മസും ന്യൂ ഇയറൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് നല്ല ഫുള്ളായിരുന്നു. അങ്ങനെ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് നമ്മൾ യാത്ര തുടർന്നു. അപ്പം ഏകദേശം നേരം വെളുക്കാറായപ്പോൾ ഉള്ള വ്യൂ ആണ് കാണുന്നത്. ഫ്ലൈറ്റിലുള്ള ബാക്കിയുള്ള പാസഞ്ചേഴ്സ് എല്ലാം നല്ല ഉറക്കത്തിലാണ്. എനിക്ക് ഉറക്കം വന്നില്ല. ഞാനൊരു പടം ഡൗൺലോഡ് ചെയ്താണ് ഞാൻ വന്നത്. അതുകൊണ്ട് തന്നെ അതിരുന്ന് കണ്ടു. ഇപ്പോൾ ഞാനുള്ളത് ഫ്ലൈറ്റിനകത്തെ ടോയ്ലറ്റിലാണ്. അപ്പം ഇത്രയും സൗകര്യങ്ങളാണ് ഈ ഫ്ലൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ അടുത്തൊരു സൈഡിൽ വാഷിംഗ് ഏരിയയും ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തിരിച്ച് സീറ്റിൽ വന്നിട്ട് പടം കാണാൻ തുടങ്ങി. ഇനി കുറച്ച് ഭാഗം കൂടെ കണ്ടു തീർക്കാനുള്ളൂ. ഏകദേശം പടം തീരാറായപ്പോഴത്തേക്ക് നേരം വെളുത്തു. അപ്പം നേരം വെളുത്തിട്ടുള്ള ഒരു വ്യൂ ഈ കാണുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ട്. 9:15 കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വരുമെന്നാണ് ഒരു സ്റ്റാഫ് പറഞ്ഞത്. അങ്ങനെ കുറച്ച് നേരം പിന്നെ ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. അപ്പം ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു 9:15 ആയപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് കൊച്ചിയിലെത്തി. ഇനി ലാൻഡിങ്ങിനുള്ള സമയമാണ്. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ വന്ന് ഇറങ്ങി. ഫ്ലൈറ്റ് കൊച്ചിയിൽ താഴുമ്പോഴുള്ള മുകളിൽ നിന്നുള്ള വ്യൂ അതിമനോഹരമാണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് വെളിയിൽ ഇറങ്ങി. ഇനി ഇവിടെയും ഒരു ചെക്കിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ പ്രൊസീജിയർ കഴിഞ്ഞ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യം കാണുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്നത് കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോയൊക്കെ എടുക്കുന്ന ഒരു സെക്ഷൻ കൂടിയാണ് ഇത്. അപ്പം ഈ ഒരു കാണുന്ന ഏരിയ ഫുള്ള് ലിക്കർ ഷോപ്പാണ്. അപ്പോൾ അതുപോലെ തന്നെ ചോക്ലേറ്റും എല്ലാം ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലോട്ട് മേടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നതാണ്. അത്യാവശ്യം കുറഞ്ഞ റേറ്റിലൊക്കെ തന്നെയാണ് ഇവിടെ ഓരോന്ന് വിൽക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു ബോട്ടിലാണ് എടുത്തത്. അങ്ങനെ അവിടുന്ന് അത് പേ ചെയ്ത് ഞാൻ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു.